മനോഹരമായ കാപ്പിത്താൻ കടവിലെ ഒരു സുപ്രഭാതം. പത്തനംതിട്ട സ്കെച്ചേഴ്സിൻ്റെ എല്ലാ ആഴ്ചയിലും ചെയ്യുന്ന ഒരു സ്കെച്ചിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിവിടെ എത്തിയത്. കടവിൽ നിന്നും കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇന്ന് ഒരു വാട്ടർ കളർ സ്കെച്ചാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ വന്നപ്പോഴിവിടെ നല്ല ഒരു ഇരുണ്ട് മൂടി മഞ്ഞൊക്കെ ആയിട്ടിരിക്കുകയായിരുന്നു. ഇപ്പം കുറച്ചുകൂടെ നല്ല ക്ലൈമറ്റ് ആയിട്ടുണ്ട്, നല്ല വെട്ടമായിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു സ്കെച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിലോട്ട് ഇനി വാട്ടർ കളർ ചെയ്യാനായിട്ടാണ് വെള്ളം എടുത്ത് നമുക്ക് തുടങ്ങാം. എന്നോടൊപ്പം വിനോദ്, പ്രകാശം, സതീഷ്, പ്രമോദ് കുരമ്പാല, അനിൽകുമാർ, ഇത്രയും പേരുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാകുന്നത് ഈ കാമ്പിത്താൻ വംശമായിട്ട് വരുന്നതല്ല, ഒരാളുടെ മകൻ അങ്ങനെ വരുന്നതല്ല, അല്ലാതെ വരുന്നതാണ്. അപ്പോൾ ഒരു കാമ്പിത്താൻ മരിച്ചു കഴിഞ്ഞാൽ അടുത്ത കാമ്പിത്താൻ കൊടുന്നതിന് ഇങ്ങനെ വരും ഇവിടെ. അപ്പോൾ അയാൾ വന്ന് പറയും ഞാൻ കാമ്പിത്താനാണ്. അപ്പോൾ അവർ വിശ്വസിക്കത്തില്ല. അപ്പോൾ അതിന് തെളിവ് വേണം. അപ്പം അങ്ങനെ ഇവിടെ അടുത്ത് ഏതോ ഒരു ആവണംപാറ എന്ന് പറഞ്ഞാൽ കുറച്ച് അമ്പലത്തിന്റെ ബാക്കിലുള്ള ഒരു പാറയാണ്. ഭയങ്കര ഹൈറ്റുള്ള പാറ. അവിടുന്ന് എടുത്ത് ഈ ആറ്റിച്ചാടണം. നമ്മളെ പണ്ട് ഈ ഫാൻഡത്തിന്റെ കഥ വായിച്ചില്ലേ? ഫാൻഡം, ഈ വരുന്ന ആളാണ് അടുത്ത ഫാൻഡം എന്ന് തെളിവ് അവിടെയുള്ള കാട്ടുവാസികൾ ചോദിക്കത്തില്ല. അപ്പം അയാൾ ഒരു വലിയ പാറ ഇങ്ങനെ മലർന്നു കിടന്നുകൊണ്ട് കാലുകൊണ്ട് ചവിട്ടി ഇങ്ങനെ നീക്കുന്നു. അത് ചെയ്യുന്നവൻ ഫാൻഡമാണ് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹമാണെന്നുള്ള ദൃഷ്ടാന്തത്തിന് കുറേ സാധനങ്ങൾ ഇവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതെല്ലാം ഇവർ ചെയ്തു കൊടുക്കണം. അതിലൊന്ന് ഈ ആറില്ലേ, ഇവിടെ ഒരു കയവുണ്ട്. അതിൽ ചാടിയാൽ വലിയ പാടാ തിരിച്ചു വരാൻ. അപ്പം അതിൽ ഇദ്ദേഹം കാരണം കഴിഞ്ഞ കാമ്പിത്താൻ്റെ വാളും ചിലമ്പും അതിനകത്തിട്ടേക്കുക. ഈ കാമ്പിത്താൻ അത് പോയി എടുത്തോണ്ട് വന്നു. ആ കയത്തിൽ ചാടി അവിടുന്ന് ഇതെടുത്ത് അവിടെ ഒരു ക്ഷേത്രമോ ഒരു പ്രതിഷ്ഠയൊക്കെ ഉണ്ട്. അവിടെ വർഷിപ്പ് ചെയ്ത് അതിന്റെ പ്രസാദവുമായിട്ട് പൊങ്ങി വരുന്നു എന്നാണ്. ശരിക്കും അതിനകത്ത് പടച്ചോറുമായിട്ട് വരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ അതിവിടെയാ. അങ്ങനെ ഒരു 3-4 പരീക്ഷണങ്ങളുണ്ട്. ആ പരീക്ഷണങ്ങൾ കഴിയുമ്പോഴാണ് ഇയാളാണ് കാമ്പിത്താൻ എന്നിവിടെ ഉള്ളത് അങ്ങ് കാമ്പിത്താനായിട്ട് അവരോധിക്കുക. കാമ്പിത്താൻ ആയിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിനാണ് ഇതിന്റെ മൊത്തം റൂളിംഗ് പവർ. അപ്പൊ ഇവിടുത്തെ അവസാനത്തെ കാമ്പിത്താൻ എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു റൂളറായിരുന്നു. അപ്പൊ അദ്ദേഹത്തിനെ പറ്റി ഒത്തിരിയും അത്ഭുതകരമായ കഥകളൊക്കെ ഉണ്ട്. അതായത് ഈ പാണ്ഡ്യ രാജാക്കന്മാരില്ലേ, പാണ്ഡ്യ അല്ല സോറി, തിരുമല നായിക്കന്മാരില്ലേ മധുരയില്. അപ്പൊ അവിടെ തിരുമല നായിക്കൻ ഏതാണ്ട് അസുഖം വന്നപ്പം അദ്ദേഹം ഇവിടെ വഴിപാട് നേർന്നു ഈ അമ്പലത്തിൽ. അപ്പം അതിന് അദ്ദേഹം ഏതാണ്ടൊരു സിംഹാസനം എന്തോ ഒരു സാധനം, അല്ല പൊൻവാള് എന്തോ ഒരു സാധനം നേരത്തെ നേർന്നു. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ അസുഖമൊക്കെ മാറി, അദ്ദേഹത്തിൻ്റെ പ്രശ്നമെല്ലാം പരിഹരിച്ചു. പക്ഷെ അദ്ദേഹം വാക്കു പാലിച്ചില്ല. അപ്പം കാമ്പിത്താൻ അത് നോട്ട് ചെയ്തു. അപ്പോൾ ഇത്ര ദിവസത്തിനുള്ളിൽ ചെയ്യാമെന്നോ അങ്ങനെയൊക്കെ ഉണ്ട്. പുള്ളി ആ കറക്റ്റ് ദിവസമായപ്പം ഇവിടുന്ന് ഒരൊറ്റ ഓട്ടം എന്നാണ് പറയുന്നത്. മണിക്കൂറുകൾക്കുള്ളിൽ പുള്ളി അമാനുഷനല്ലേ, ഈ മധുരയിലെത്തി. അപ്പം മധുരയിലെ ഇദ്ദേഹത്തിൻ്റെ വരവ് മറ്റേ പുള്ളി അറിഞ്ഞിട്ട് ഇയാൾ എന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു. വാഴപ്പിണ്ടി കൊണ്ട് ഒരു സിംഹാസനം ഉണ്ടാക്കിച്ചു, അവിടെ വെച്ചു. അതായത് ഒരു പൂച്ച കയറി ഇരുന്നാലും അത് ചള്ളി മറിഞ്ഞു വീഴും. ഇച്ചിരി ഹൈറ്റ് ഒക്കെ ഉണ്ട്. ഇദ്ദേഹത്തിന്റെ സിംഹാസനത്തിന് ഒപ്പം വരുന്ന വിധത്തിൽ ഇച്ചിരി ഉയരത്തിലൊക്കെയാണ് അത് ഉണ്ടാക്കിയത്. പക്ഷെ വാഴപ്പോളയൊക്കെയാണ് വെച്ചേക്കുന്നത്. അപ്പം അതിലിരുന്നാൽ വീഴേണ്ടതാ. അങ്ങനെ വലിയ കാര്യത്തിൽ പുള്ളിയെ ക്ഷണിച്ച് അങ്ങോട്ട് ഇരിക്കാന്ന് പറഞ്ഞു. ഇയാൾ മറിഞ്ഞു വീഴുന്നത് കാണണമല്ലോ, അതിനുവേണ്ടി. അങ്ങനെ പുള്ളി അവിടെ സുഖമായിട്ട് കയറി ഇരുന്നെന്നും വീണില്ലെന്നും അങ്ങനെ എന്തൊക്കെയോ അത്ഭുതങ്ങൾ കാണിച്ചെന്നും അദ്ദേഹം ഭയന്നെന്നും അങ്ങനെ കൊടുത്തതാണ് ഈ പൊൻവാളെന്നും ഒക്കെയാണ് പറയുന്നത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഇവിടുത്തെ ഒരു അപ്രമാദിത്വം ഇവിടുത്തെ ചില ഫ്യൂഡൽ കക്ഷികൾക്ക് പ്രശ്നമായി.
ഇവിടെ ഒരു പഴയ വാക്കവഞ്ഞിപ്പുഴ മഠം എന്ന് പറയുന്ന മഠമുണ്ട്. അപ്പോൾ അവർക്ക് അധികാരങ്ങളൊക്കെ നഷ്ടപ്പെടുന്നു എന്ന് കണ്ടപ്പോൾ ഇദ്ദേഹത്തെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചു. അങ്ങനെ ഇദ്ദേഹത്തിന് പാലും ഇദ്ദേഹം എല്ലാ വീടുകളിലും പോകും. വൈകുന്നേരം ഓരോ വീടുകളിൽ നിന്നാണ് ഭക്ഷണം കൊടുക്കുന്നത്. അങ്ങനൊരു ഊഴം വെച്ചൊരു വീട്ടിൽ ചെന്നപ്പോൾ അവിടുന്ന് പാലിനകത്ത് പോയിസൺ ചേർത്ത് കൊടുത്ത് അദ്ദേഹത്തെ കൊന്നു എന്നാണ്. അപ്പോൾ ആ ബോഡി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പട്ടാഴി ക്ഷേത്രം അറിയാമല്ലോ, അവിടെ ഒരു മണ്ഡപമുണ്ട്. അതിനകത്ത് ആ ബോഡി അടക്കിയിട്ടില്ല ഇതുവരെ. അവസാനത്തെ കമ്പിത്താൻ അവിടെ വെച്ചിരിക്കുക. അടുത്ത കാമ്പിത്താൻ വന്നു കഴിഞ്ഞിട്ട് ഈ പഴയ കാമ്പിത്താൻ്റെ കർമ്മങ്ങളൊക്കെ മറ്റേ പുള്ളിക്ക് ചെയ്യാൻ പറ്റും. മറ്റേ ഇതുണ്ടല്ലോ മരണാനന്തര കർമ്മങ്ങളൊക്കെ, അതിനുള്ള അവകാശം വരാൻ പോകുന്ന കാമ്പിത്താനാണ്. അപ്പം അതുകൊണ്ട് അവിടെ ഇപ്പോഴും വെച്ചിരിക്കുക. അതിനുശേഷം കാമ്പിത്താൻ വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. കാമ്പിത്താനായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമാണ് ഇതല്ലേ ഈ മണ്ഡപം. അദ്ദേഹം വന്നിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കാൽപ്പാടുകളാണെന്നാ പറയുന്നത്. ഇത് ഈ റൂഫിൽ കാണുന്ന കാലുകൾ കണ്ടില്ലേ? വെളുത്തണ്ടി ഇവിടെ വരാൻ കഴിയും. ഉണ്ടായതുകൊണ്ട് രക്ഷപ്പെടുമെന്നുള്ള പ്രതീക്ഷയാണ്. പക്ഷെ ഇവിടെ വന്നപ്പം ഇവിടുത്തെ ചില കുടുംബക്കാരാണ് യൂട്യൂബ് കൊടുക്കുന്നത്. നമ്മുടെ ഈ കമ്പിത്താൻ മണ്ഡപത്തിന്റെ 2 വശത്തായിട്ടുള്ള തൂണുകളിൽ ഈ ഒരു വശത്തെ തൂണുകളിൽ മൊത്തം ഈ വൈഷ്ണവ പ്രധാനമായിട്ടുള്ള ചിത്രീകരണങ്ങളാണ്. ഇതാണ്ട് ഇത് ശ്രീകൃഷ്ണൻ ബഗാസുര വധമാണത്, ബഗം. പിന്നെ ഇത് നരസിംഹമൂർത്തി, ഇതൊരു ദ്വാരപാലകർ എന്നുള്ളത്. ഇവിടെ വേണുഗോപാൽ മൂർത്തി ഈ ഭാഗത്ത്, ഇത് വേണുഗോപാല മൂർത്തി. പക്ഷേ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള തൂണുകളിൽ മൊത്തം ശാക്തേയ രൂപങ്ങളാണ്. അതാണ്ട് കാളി ദാരുകനെ നിഗ്രഹിക്കുന്നു, ദാരുകനെ ഓടിക്കുന്നു, വേതാളത്തിൻ്റെ മുകളിലിരിക്കുന്ന കാളി. ഇങ്ങനെ ഡിഫറൻ്റാണ്. ഒരു സൈഡ് വൈഷ്ണവവും മറ്റേ സൈഡ് ശാക്തേയമായിട്ടുള്ള ദേവതകളെ ചിത്രീകരിച്ചിട്ടുണ്ട്.